ഹലോ ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്ക് 5ാം ക്ലാസ്സിലെ ഇൻസൈഡ് നമ്പേഴ്സ് എന്ന് പറയുന്ന പാഠഭാഗമായിട്ട് ബന്ധപ്പെട്ട ടോപ്പിക്കാണ്. അതിൻ്റെ അവസാനത്തെ ഒരു ഭാഗം ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്തുകൊണ്ട് പറയാം എന്നുള്ളത് കൊണ്ടാണ് ഈ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത്. സോ അത് കണ്ടിട്ട് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. കാരണം പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുള്ള ഒരു ഭാഗമാണ് ഇൻസൈഡ് നമ്പേഴ്സിൻ്റെ ഈ ഒരു ഭാഗം. ഇതിൽ യഥാർത്ഥത്തിൽ നമ്മൾ ചോദിക്കാൻ അല്ലെങ്കിൽ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്നത് രണ്ട് പ്രധാനപ്പെട്ട കോണ്ടന്റുകളാണ്. നിങ്ങൾക്ക് അറിയുമായിരിക്കും. ഒന്ന്, നമ്മൾ ക്ലാസ്സിൽ പറയാനുള്ള ഫാക്ടേഴ്സ് ആണ്, ഫാക്ടേഴ്സ്. രണ്ട്, മൾട്ടിപ്പിൾസ് ആണ്, മൾട്ടിപ്പിൾസ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ഈ ഫാക്ടേഴ്സും പരീക്ഷയ്ക്ക് ചോദിക്കും, മൾട്ടിപ്പിൾസും പരീക്ഷയ്ക്ക് ചോദിക്കുന്ന പൊതുവെ ചോദിച്ച് കണ്ടിട്ടുള്ള കാര്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കണം. അത് കാരണം 5ാം ക്ലാസ്സിൽ നമ്മൾ ഈ പറയുന്ന ബേസ് ഉണ്ടാക്കിയതിന് ശേഷം 6th സ്റ്റാൻഡേർഡിൽ നമുക്ക് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് ഫാക്ടേഴ്സ് പഠിക്കാനുണ്ട്. അതിൽ നമ്മളിപ്പം പഠിക്കുന്ന കോമൺ ഫാക്ടേഴ്സൊക്കെ ലീസ്റ്റ് കോമൺ ഫാക്ടേഴ്സ്, അതേപോലെ തന്നെ ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾസ്, ഹയസ്റ്റ് കോമൺ ഫാക്ടേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതിൻ്റെ കൂടെ തന്നെ പ്രൈം നമ്പർ, പി എൻ പണിക്കറല്ല, പ്രൈം നമ്പർ, പി എൻ ചുരുക്കി എഴുതുന്നുണ്ട്, പ്രൈം നമ്പർ റിലേറ്റ് ചെയ്തിട്ട് ഒരുപാട് കോണ്ടന്റ് നമുക്ക് പഠിക്കാനുണ്ട്. വരുന്ന ക്ലാസ്സുകളിലെല്ലാം അതിൻ്റെ തുടർച്ചയുണ്ട്. മാത്രമല്ല 6th സ്റ്റാൻഡേർഡിലെ ടെക്സ്റ്റ് ബുക്ക് മാറുകയാണ്, ന്യൂ ടെക്സ്റ്റാണ് വരുന്നത്. അപ്പോൾ 5ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന ആദ്യത്തെ ബാച്ച് ആരാണ്? നിങ്ങളാണ്. 6ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് പഠിക്കുന്ന ആദ്യത്തെ ബാച്ച് ആരാണ്? നിങ്ങളാണ്. മനസ്സിലായോ? അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു വലിയ ഭാഗ്യമുണ്ട്. എല്ലാം പഠിക്കണതെല്ലാം പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. ഞാൻ പറഞ്ഞു വന്ന പോയിന്റിലോട്ടേക്ക് തിരിച്ചു വരാം. ഇതിൽ ഈ പറയുന്ന ഫാക്ടേഴ്സും മൾട്ടിപ്പിൾസും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിച്ചു പോകേണ്ട ഭാഗമാണ്. അതിൽ മൾട്ടിപ്പിൾസ് എന്ന് പറയുന്ന ഭാഗം നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. മൾട്ടിപ്പിൾസ് നിങ്ങൾ ഓൾറെഡി പഠിക്കുന്നുണ്ട്. കാരണം ഓരോ ടേബിൾ നിങ്ങൾ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ നിങ്ങൾ പഠിക്കുന്നതാണ്. ഇപ്പോൾ 2നെ മൾട്ടിപ്ലൈ ചെയ്താൽ പറഞ്ഞാൽ 2, 4, 6, 8, 10, 12, 14, 16, 18, 20 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ എഴുതിയിട്ട് അങ്ങനെ പോകും. 3നെ മൾട്ടിപ്ലൈ ചെയ്താൽ പറഞ്ഞാൽ 3, 6, 9 ഇങ്ങനെ പോകും. 4നെ മൾട്ടിപ്ലൈ ചെയ്താൽ പറഞ്ഞാൽ 4, അതേപോലെ തന്നെ 8, 12, 16 ഇങ്ങനെ പോകും. അപ്പോൾ നിങ്ങൾക്ക് മൾട്ടിപ്പിൾസ് ഓൾറെഡി അറിയാം. അത് നിങ്ങൾക്കൊരു വലിയ ഒരു പ്രോബ്ലമായിട്ട് വരാനുള്ള സാധ്യതയില്ല. പക്ഷെ ഇവിടെ മൾട്ടിപ്പിൾസ് എന്ന് പറഞ്ഞിട്ട് മനസ്സിലാക്കേണ്ട കാര്യം 25ൻ്റെ മൾട്ടിപ്പിൾസ് എഴുതാൻ പറഞ്ഞു എന്ന് വിചാരിക്കുക. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ടെൻഷൻ ആവാൻ പാടില്ല. മൾട്ടിപ്പിൾസ് എന്ന് വെച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന നമ്പർ നാച്ചുറൽ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ സാധാരണ ചെയ്യുന്ന പോലെ എഴുതാം. 1 × 25, 2 × 25, 50, 3 × 25, 75, 4 × 25, 100. അപ്പോൾ ഇത് 25ൻ്റെ മൾട്ടിപ്പിൾസ് ആരൊക്കെയാണ്? 25, 50, 75, 100, അടുത്ത 125, 150 അങ്ങനെ വരും. അപ്പോൾ അത് നിങ്ങൾ ഒരു മൾട്ടിപ്പിൾ എഴുതാൻ പറഞ്ഞാൽ, ഒരു വലിയ നമ്പറിനെ മൾട്ടിപ്പിൾ എഴുതാൻ പറഞ്ഞാൽ ടെൻഷൻ ഒന്നും അടിക്കണ്ട. ആ നമ്പറിനെ വെറുതെ 1 കൊണ്ട് ഗുണിക്കുക, പിന്നെ 2 കൊണ്ട് ഗുണിക്കുക, പിന്നെ 3 കൊണ്ട് ഗുണിക്കുക, പിന്നെ 4 കൊണ്ട് ഗുണിക്കുക. അങ്ങനെ ഒരു 10 വരെ ഗുണിച്ചിട്ട് എഴുതണം എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ടെൻഷൻ അടിക്കേണ്ട കാര്യമേ ഇല്ല. അപ്പം ഈ ഭാഗത്തു നിന്നാണ് മൾട്ടിപ്പിൾസുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ചോദ്യം ചോദിക്കാനുള്ള സാധ്യത ഉള്ളത്. ഇവിടെ വരുന്ന വേറൊരു ചോദ്യം, ഒരു നമ്പർ തരും 8. 8ൻ്റെ മൾട്ടിപ്പിൾ ആരൊക്കെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്കറിയാം. 1 8, 2 8, 16, 3 24 എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ ഇങ്ങനെ എഴുതിപ്പോവും. കൃത്യമായിട്ട് നിങ്ങൾ എഴുതിക്കോളും. പക്ഷെ ഇവിടെ ചോദിക്കാനുള്ള സാധ്യതയുള്ളത് ഒരു നമ്പർ, വലിയൊരു നമ്പർ തരികയാണ്. വലിയൊരു നമ്പർ ഇപ്പോൾ 24 എന്ന് പറയുന്ന ഒരു നമ്പർ തന്നിട്ട് പറയുകയാണ് 8 എന്ന് പറയുന്ന സംഖ്യ 24ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചോദിക്കാം. അതിലൊന്നും ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ വരുത്താം, ഒരു ക്ലാരിറ്റി ഞാൻ കൊണ്ടുവരാം. അതായത് 8ൻ്റെ മലയാളത്തിൽ എഴുതരാം, 8ൻ്റെ മൾട്ടിപ്പിൾ ആണോ 24 എന്നാണ് ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതിൽ കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഒരു നമ്പർ തരും, വലിയൊരു നമ്പർ തന്നു കഴിഞ്ഞാൽ ഇപ്പോൾ 24 എന്ന് പറയുന്ന ഒരു നമ്പർ തരുന്നുണ്ട്. എന്നിട്ട് ചോദിക്കുകയാണ് 8ൻ്റെ
8ൻ്റെ മൾട്ടിപ്പിൾ ആണോ 24 എന്ന് പറയുന്ന ചോദ്യം ചോദിക്കാം. ഇങ്ങനെ ചോദ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ ചെയ്യേണ്ട കാര്യം ഇത്ര മാത്രമേ ഉള്ളൂ. മൾട്ടിപ്പിൾ ആണ് എങ്കിൽ, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ആണെങ്കിലും ഫാക്ടേഴ്സ് ആണെങ്കിലും തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിനെയും ഡിവൈഡ് ചെയ്താൽ അതിൻ്റെ റിമൈൻഡർ 0 ആയിരിക്കും എന്ന് എപ്പോഴും ഓർത്താൽ മതി. ഉദാഹരണത്തിന് ഞാൻ ചെയ്ത് കാണിച്ചു തരാം. 24 ഡിവൈഡഡ് ബൈ 8 ചെയ്ത് കഴിഞ്ഞാൽ എത്രയാണ് കിട്ടുക? 2ൽ പോവില്ല. 24 എത്ര ടൈംസ് പോവും? 3 × 8 3×24 നിങ്ങൾക്കറിയാം. 24 24 കുറച്ചാൽ റിമൈൻഡർ ഇവിടെ 0 വരിക. റിമൈൻഡർ 0 വന്നു കഴിഞ്ഞാൽ അത് ആ നമ്പേഴ്സിൻ്റെ മൾട്ടിപ്പിൾ ആണ് അല്ലെങ്കിൽ ഫാക്ടർ ആണ് എന്ന് പറയാൻ പറ്റും. വരുന്ന ക്ലാസ്സിൽ കണ്ടിന്യൂ ചെയ്യുമ്പോൾ ഞാൻ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഇത് മനസ്സിലാക്കി വെച്ചാൽ മതി. മൾട്ടിപ്പിൾ ആണെങ്കിലോ അല്ലെങ്കിൽ ഫാക്ടർ ആണെങ്കിലോ അല്ലെങ്കിൽ ഫാക്ടർ ആണെങ്കിലോ തന്നിരിക്കുന്ന രണ്ട് നമ്പേഴ്സിനെയും ഹരിച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ റിമൈൻഡർ എപ്പോഴും 0 ആയിരിക്കും എന്നുള്ള കാര്യം ആലോചിക്കുക. രണ്ട് നമ്പേഴ്സ് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ വേറൊരു നമ്പർ എടുക്കാം. 9 അതേപോലെ തന്നെ ആൻഡ് 81. നമ്മളോട് ചോദിക്കുകയാണ് 9ൻ്റെ മൾട്ടിപ്പിൾ ആണോ 81 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യും? അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് 81നെ 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുക. 81 9 കൊണ്ട് ഡിവൈഡ് ചെയ്ത് 8ൽ പോവില്ല. 81ൽ 9 ടൈംസിൽ പോവാം. 9 ടൈംസ് പോവും. 9 9 81. റിമൈൻഡർ 0. അപ്പോൾ നമുക്ക് പറയാൻ പറ്റും 9ൻ്റെ മൾട്ടിപ്പിൾ ആണ് 81. കാരണം റിമൈൻഡർ 0 കിട്ടിയില്ലേ. ഇതുപോലെ തന്നെ തിരിച്ചും പറയാം. എന്ത്? 81ൻ്റെ ഫാക്ടർ ആണ് 9. 81ൻ്റെ ഫാക്ടർ ആണ് 9. അപ്പോൾ എപ്പോഴും മനസ്സിൽ ഒരു ഓർമ്മ ഉണ്ടാവണം. മൾട്ടിപ്പിള് തലതിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന സാധനമാണ് ഫാക്ടേഴ്സ്. ഒരു എക്സാമ്പിൾ കൂടി വെച്ചിട്ട് ഞാനത് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. നല്ലോണം ശ്രദ്ധിക്കുക. കുറച്ചൊരു കോംപ്ലിക്കേഷൻ ഉണ്ടാവും, കുറച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവും. ഈ പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ ഡോക്ടർമാർ പറയില്ലേ, ചെറിയ തലവേദനയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതുപോലെ 6ാം ക്ലാസ്സിലേക്ക് പോകുമ്പോൾ കുറച്ചൊന്ന് ടഫ് ആവണമല്ലോ. അല്ലാണ്ട് വെറുതെ നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ പഠിച്ചിട്ട് കാര്യമില്ലല്ലോ. വേറൊരു നമ്പർ കൂടി എടുത്തിട്ട് ഞാൻ പറഞ്ഞുതരാം. വളരെ എളുപ്പമുള്ളൊരു നമ്പർ ഞാൻ എടുക്കാം. 2ഉം 100ഉം ചോദിക്കണത് 2ൻ്റെ മൾട്ടിപ്പിൾ ആണോ എന്നെഴുതിയതെന്ന് മാറിപ്പോല. 2ൻ്റെ മൾട്ടിപ്പിൾ ആണോ 100 എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മൾ എന്ത് നോക്കണം? 2ൻ്റെ മൾട്ടിപ്പിൾ ആണോ 100 എന്ന് നോക്കാൻ 100നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കി. 10ൽ എത്ര ടൈംസ് പോവും? 10ൽ 5 ടൈംസ് പോവും. 5 × 2 10. 0 താഴെ ഇറക്കി. അപ്പം വാല്യൂ ഇല്ല. മുകളിൽ 50 കിട്ടും. 0. അപ്പോൾ റിമൈൻഡർ എത്ര കിട്ടി? 0. അപ്പോൾ റിമൈൻഡർ 0 ആണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കിക്കോണം 2ൻ്റെ മൾട്ടിപ്പിൾ ആണ് 100. ഇതാ നേരെ തിരിച്ചു പറഞ്ഞേ. 100ൻ്റെ ഫാക്ടർ ആണ് ഈ 2. ഇപ്പം മനസ്സിലായോ? ഒന്നുകൂടി പറഞ്ഞുതരാം. 2ൻ്റെ മൾട്ടിപ്പിൾ ആണ് 100. തിരിച്ചു പറഞ്ഞാലോ 100ൻ്റെ ഫാക്ടർ ആണ് 2. അതിൻ്റെ അകത്ത് ഒരു പോയിന്റ് കൂടി മനസ്സിലാക്കി വെച്ചോണം. മൾട്ടിപ്പിൾ എപ്പോഴും വലുതായിരിക്കും. 100 വലുതല്ലേ. ഫാക്ടർ എപ്പോഴും ചെറുതായിരിക്കും. 2 ചെറുതല്ലേ. അതങ്ങ് മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ പരിപാടി ഗംഭീരമായി. ഒരു ഉദാഹരണം കൂടി അതിശക്തമായിട്ട് പറഞ്ഞുതരാം. ഇതാരാണ് ഇങ്ങനെ മെസ്സേജ് അയക്കേണ്ടത്? ഓക്കെ, നോക്കാം. ഒരു ഉദാഹരണം കൂടി ഞാൻ പറഞ്ഞിട്ട് ഇത് അവസാനിപ്പിക്കാം. ഓക്കെ, ഇവിടെ പറയാം. 5 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്, 125 എന്ന് പറയുന്ന നമ്പർ ഉണ്ട്. അപ്പൊ ചോദ്യം എന്താണ്? 5ൻ്റെ മൾട്ടിപ്പിൾ ആണോ ഇത് 125? ഇവിടെ എന്ന് എഴുതാം. ഇതാണ് ഒന്നാമത്തെ ചോദ്യം. 5ൻ്റെ മൾട്ടിപ്പിൾ ആണോ 125? ഇനി ഇല്ലെങ്കിലോ 125ൻ്റെ ഫാക്ടർ ആണോ 5? ഒന്നും കൂടി ചോദ്യം പറഞ്ഞുതരാം. 5ൻ്റെ
മൾട്ടിപ്പിൾ ആണോ 125? അതാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ ചോദ്യം എന്താണ്? 125ൻ്റെ ഫാക്ടർ ആണോ 5? അപ്പം ഞാൻ പറഞ്ഞു 125 എന്ന് പറയുന്ന മൾട്ടിപ്പിൾ ആണ്, എപ്പോഴും വലുതായിരിക്കും. 5 എന്ന് പറയുന്ന ഫാക്ടർ ആണ്, എപ്പോഴും ചെറുതായിരിക്കും. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ചെക്ക് ചെയ്യണം. എങ്ങനെ ചെക്ക് ചെയ്യും? ഹരിക്കാൻ വേണ്ടി പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പം ഹരിക്കുക. 125 വലിയ നമ്പറിനെ ചെറിയ നമ്പർ കൊണ്ട് ഹരിക്കുക. 12ൽ 5 എത്ര ടൈംസ്? 1 പോവില്ല. 12ൽ 2 ടൈംസ് പോകും അല്ലേ? 5 2 10, 2 ബാലൻസ്, 5 താഴെ ഇറക്കിയിട്ടു. 25ൽ 5 തവണ പോകും. 5 5 25, 25 25 കുറച്ചാൽ 0. അപ്പോൾ ഇവിടെ റിമൈൻഡർ എത്രയാണ് കിട്ടിയത്? റിമൈൻഡർ 0. റിമൈൻഡർ 0 കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു 5ൻ്റെ മൾട്ടിപ്പിൾ തന്നെയാണ് ആര്? 125. 125ൻ്റെ ഫാക്ടർ ആണ് ആര്? 5. ഇത്രയും കാര്യങ്ങൾ മൾട്ടിപ്പിളും ഫാക്ടറും പരസ്പരം തലതിരിച്ചിട്ടാണ്, വൈസ് വേഴ്സയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബന്ധം ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലാക്കി വെച്ച് കഴിഞ്ഞാൽ കുറേ ഈ ചാപ്റ്റർ എളുപ്പമായിട്ട് മാറും. ഇതാണ് ഒരു കാര്യം പഠിക്കാനുള്ളത്. ഇത് നോക്കാം. അടുത്ത് പറയാനുള്ള കാര്യം ഫാക്ടേഴ്സ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്ന കാര്യം നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്, നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മയുണ്ടാവും. 16 എന്ന് പറയുന്ന നമ്പറിൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ് എന്ന് നോക്കാൻ ഏതൊക്കെ നമ്പേഴ്സ് ഗുണിച്ചാൽ 16 കിട്ടും നോക്കിയാൽ മതി. 1 × 16 16 2 × 8 16 4 × 4 16 ഇതൊക്കെ മൾട്ടിപ്പിൾസ് ആയിട്ട് വരുന്ന നമ്പേഴ്സാണ്. ഇനി ഫാക്ടേഴ്സ് ആരൊക്കെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ ആരൊക്കെ എഴുതും? 1 2 4 8 16 ഇതൊക്കെ 16ൻ്റെ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ 16ൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1 2 4 8 16 ഇതൊക്കെ 16ൻ്റെ ഫാക്ടേഴ്സാണ്. വേറെ ഒരു നമ്പർ കൂടി വേണമെങ്കിൽ പറയാം. ഉദാഹരണത്തിനായിട്ട് 25ൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെയാണ് എന്ന് വെച്ചാൽ ഏതൊക്കെ നമ്പർ ഗുണിച്ചാൽ 25 കിട്ടുമെന്ന് എഴുതിയാൽ മതി. 1 × 25 25 ആണ്. പിന്നെയോ 5 × 5 25 ആണ്. അപ്പോൾ ആരൊക്കെയാണ് ഫാക്ടേഴ്സ് വരിക? പറഞ്ഞേ. 1 1 5 5 വീണ്ടും 5 എഴുതേണ്ട കാര്യമില്ല, ഓൾറെഡി എഴുതി. പിന്നെ അടുത്ത ആരാ വരിക? 25. ഇതൊക്കെ ഇതിൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. ഏതൊക്കെ നമ്പർ ഗുണിച്ചിട്ട് കിട്ടും എന്ന് നോക്കിയാൽ മതി. ഓക്കെ ആണല്ലോ. ഒരു ഉദാഹരണം കൂടി വേണോ? അപ്പോൾ 100 എടുക്കുവാണെങ്കിൽ കുറേ ഫാക്ടേഴ്സ് കിട്ടും. 100 ഏതൊക്കെ നമ്പേഴ്സ് ഗുണിച്ചാൽ 100 കിട്ടും? 1 × 100 100 ആണ്. 2 × 50 100 ആണ്. പിന്നെയോ 4 × 25 100 ആണ്. 10 × 10 100 ആണ്. പിന്നെ വേറെ ഏതൊക്കെ നമ്പറാണ്? 5 × 20 100 ആണ്. ഇതൊക്കെ 100 മൾട്ടിപ്പിൾസ് ആയിട്ട് എഴുതാൻ പറ്റുന്നതാണ്. പിന്നെ ഫാക്ടേഴ്സ് ഉപയോഗിച്ച് ഏതൊക്കെ എഴുതാൻ പറ്റും? 1 എഴുതാൻ പറ്റും. എൻ്റെ ഫാക്ടേഴ്സ് 1 2 4 5 പിന്നെയോ 10 പിന്നെ 20 25 പിന്നെ 50 അല്ലേ? കുറേ ഫാക്ടേഴ്സ് ഉണ്ട്. 100 ഇതെല്ലാം നമ്മുടെ 100ൻ്റെ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഫാക്ടേഴ്സ് ആയിട്ട് എഴുതാൻ ചിലപ്പോൾ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അത് ഈ രീതിയിലാണ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കൂടി മനസ്സിലാക്കി വെക്കുക. ഇത്രയും കാര്യങ്ങളാണ് പ്രധാനപ്പെട്ട പഠിക്കാനുള്ളത്. ഇനിയുള്ളത് ഒരു കോമൺ ഫാക്ടേഴ്സിൻ്റെ കാര്യം. എത്ര മിനിറ്റായി? 13 മിനിറ്റായി അല്ലേ? ഓക്കെ. കോമൺ ഫാക്ടേഴ്സിൻ്റെ കാര്യം കൂടി ഒന്ന് പറഞ്ഞിട്ട് ഡയറക്റ്റ് ഹരണത്തിലോട്ടേക്ക് പോകാം. കോമൺ ഫാക്ടേഴ്സ് CF എന്ന് എഴുതുന്നത് കോമൺ ഫാക്ടേഴ്സ്. കോമൺ ഫാക്ടേഴ്സ് ചോദിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അതിൽ പറയാനുള്ള കാര്യം 16 അതേപോലെ തന്നെ 24 രണ്ട് നമ്പേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 16ഉം 24. ഇതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? കോമൺ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുണ്ടാവണം, രണ്ടിലുണ്ടാവണം. ഓരോന്നിൻ്റെ ഫാക്ടേഴ്സ് കണ്ട് നോക്കാം. ആദ്യം 16 എടുക്കുക. 16ൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെയായിരുന്നു? 1 × 16 16 ആണ്. 2 × 8 16 ആണ്. 4 × 4 16 ആണ്. ആരൊക്കെയാണ് ഫാക്ടേഴ്സ്? 1, 2, 4, 8, 16.
ഇനി 24ൻ്റെ ഫാക്ടേഴ്സ് കണ്ടു നോക്കാം. 1 × 24 24 ആണ്. പിന്നെ 2 × 12 24 ആണ്. പിന്നെ 3നെ കൊണ്ട് പോകും. 4 × 6 24 ആണ്. വേറെ ഏതാ പോകാനുള്ള ചാൻസ് കൂടുതൽ? 3 വരുന്നുണ്ട് നോക്കി. 3 × 8 24 ആണ്. നിങ്ങൾക്ക് ഓർമ്മ കിട്ടുന്നൊക്കെ എഴുതിയാൽ മതി. കോമൺ ആയിട്ട് വരുന്നതിൽ എഴുതിയാൽ മതി. ഇതിൻ്റെ ഫാക്ടേഴ്സ് ആരൊക്കെ വരിക? 1, 2, 3, 4, 6, 8, 12, 24. ഇതൊക്കെ അതിൻ്റെ ഫാക്ടേഴ്സ് ആണ്. ഇനി കോമൺ ഫാക്ടേഴ്സ് കണ്ടുപിടിക്കാൻ, കോമൺ എന്ന് വെച്ചാൽ പൊതുവായത്, രണ്ടിലും പൊതുവായിട്ട് ആരുള്ളത് നോക്കിയാൽ മതി. ഇവിടെ 1 ഉണ്ട്, ഇവിടെ 1 ഉണ്ട്, അവർ രണ്ടും കോമൺ ആണ്. ഇവിടെ 2 ഉണ്ട്, ഇവിടെ 2 ഉണ്ട്, അത് രണ്ടും കോമൺ ആണ്. പിന്നെയോ ഇവിടെ 4 ഉണ്ട്, ഇവിടെ 4 ഉണ്ട്, അത് കോമൺ ആണ്. പിന്നെ വേറെ ഏതാ ഉള്ളത്? ഇതാ ഇവിടെ 8 ഉണ്ട്, ഇവിടെയും 8 ഉണ്ട്, അതും കോമൺ ആണ്. 16 ഇല്ലല്ലോ. അപ്പോൾ ഇത്രയല്ലേ വരുന്നത്. നിങ്ങളൊന്നും കൂടി വീണ്ടും ചെയ്ത് നോക്കിയാൽ മതി, നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് CF, കോമൺ ഫാക്ടേഴ്സ് ആരൊക്കെയാണ്? 1, 2, 4, 8. ഇതൊക്കെയാണ് ഇതിൻ്റെ കോമൺ ഫാക്ടേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പോൾ കോമൺ ഫാക്ടേഴ്സ് ചോദിക്കാനുള്ള സാധ്യതയും കൂടി നമ്മൾ പരീക്ഷയ്ക്ക് കാണണം. അതും ചിലപ്പോൾ ചോദിച്ചേക്കാം, അറിയില്ല, ചോദിക്കുമോ ഇല്ലെന്ന് അറിയില്ല, ചോദിച്ചേക്കാം. കോമൺ ഫാക്ടേഴ്സ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തതാണ്, ഒന്നുകൂടി നിങ്ങൾ നോക്കിയാൽ മതി. കോമൺ ഫാക്ടേഴ്സ് ചിലപ്പോൾ ചോദിക്കാം. ഇനി നമ്മളെ ടെക്സ്റ്റ് ബുക്കിൽ വളരെ പ്രധാനമായിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ഭാഗത്തുള്ളൊരു ചോദ്യമാണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇവിടെ ഒരു ചിത്രം നിങ്ങൾക്ക് ഓൾറെഡി കാണാൻ സാധിക്കും. എങ്ങനെയാണിത് വരുന്നത് നമുക്ക് നോക്കാം. ഈ ഒരു പ്രോബ്ലം നോക്കാം. ഇവിടെ ചെയ്തിരിക്കുന്നത് എന്താണ്? 168നെ 24 കൊണ്ട് ഹരിക്കുകയാണ് ചെയ്തത്. 168നെ 24 കൊണ്ട് നേരിട്ട് ഹരിച്ചില്ല, പകരം 24നെ എന്താക്കി മാറ്റി? 2 × 12 ആക്കി മാറ്റി എഴുതി. 12ഉം 2 കൊണ്ട് ഗുണിച്ചാൽ 24 കിട്ടുമല്ലോ. എന്നിട്ട് ഈ 168നെ ആദ്യം 2 കൊണ്ട് ഹരിച്ചു. ഇതാ 168 2 കൊണ്ട് ഹരിച്ചു. ആ കിട്ടിയ ഉത്തരത്തെ വീണ്ടും 12 കൊണ്ട് ഹരിച്ചു. അതായത് 84നെ 12 കൊണ്ട് ഹരിച്ചു. ഇതാണ് ആദ്യത്തെ 3 സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഇനി എന്താ ചെയ്തേ? ഈ 12നെ വീണ്ടും കഷ്ണങ്ങളാക്കി. 12നെ എങ്ങനെയാക്കിയ? 3 × 4. എന്നിട്ടോ 84നെ ആദ്യം 3 കൊണ്ട് ഹരിച്ചു. ഇതാ 84നെ 3 കൊണ്ട് ഹരിച്ചു. കിട്ടിയ ഉത്തരത്തെ ബാക്കിയുള്ള 4 കൊണ്ട് ഹരിച്ചു. 28നെ വീണ്ടും എത്ര കൊണ്ട് ഹരിച്ചു? 4 കൊണ്ടും ഹരിച്ചു. നോക്കാം, അടുത്ത് നോക്കാം. വീണ്ടും 28നെ ഭാഗങ്ങളാക്കി. 28നെ 4 × 7 ആക്കി മാറ്റി. എന്നിട്ടോ 28നെ ആദ്യം 4 കൊണ്ട് ഹരിച്ചു. പിന്നെയോ ആ കിട്ടിയ ഉത്തരത്തെ ഇവിടെയുള്ള നമ്മുടെ ആൻസർ കൊടുത്തു. ഫൈനൽ ആൻസർ ആയിട്ടുള്ള എവിടെ ഇതാ 28നെ 4 കൊണ്ട് ഹരിക്കുമ്പോൾ 28നെ ആദ്യം 4 കൊണ്ട് ഹരിച്ചു. നമുക്ക് ആൻസർ എത്ര കിട്ടി? 7 കിട്ടി. ഇതേ ആൻസർ തന്നെയാണ് ഇവിടെ നമുക്ക് 168നെ 24 കൊണ്ട് ഹരിക്കുമ്പോഴും കിട്ടുക. അതാ 7. ഇതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ള ഒരു ഡിവിഷൻ മെത്തേഡാണ് ആക്ച്വലി ഇവിടെ പറയുന്നത്. അത് ചെയ്യുന്നത് ഇവിടെ പറയുന്ന 2, 3, 4 എന്ന് പറയുന്ന നമ്പേഴ്സ്, ദാ 2, 3, 4 എന്ന് പറയുന്ന നമ്പേഴ്സ് അതിൻ്റെ ഫാക്ടേഴ്സ് ആണ് എന്ന് കണ്ടുപിടിക്കേണ്ടിയിട്ടാണ്. അതായത് 168ൻ്റെയും 24ൻ്റെയും കോമൺ ഫാക്ടേഴ്സ് ആണ് ഈ പറയുന്ന 2, 3, 4 എന്ന് സ്റ്റേറ്റ് ചെയ്യേണ്ടിയിട്ടാണ് ഇതേപോലത്തെ ഒരു പ്രോബ്ലം ചോദിച്ചിരിക്കുന്നത്. ഇതും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്. നമുക്ക് എളുപ്പം അങ്ങ് ക്യാച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ഒരു ഭാഗമാണ്. മനസ്സിലാക്കുന്നവർ മനസ്സിലാക്കി വെക്കുക. ഞാൻ അതൊന്നും കൂടി ലളിതമായിട്ട് പറഞ്ഞുതരാം. നമ്പർ എടുത്ത് സൈഡിൽ ചെയ്ത് ഞാൻ കാണിച്ചു തരാം. ഇവിടെ ചെയ്ത് ഞാൻ ഒന്നും കൂടി ഞാൻ മാറ്റി ചെയ്യാം. 168നെ 168 കൊണ്ട് ഹരിക്കുകയാണ്. നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു മെത്തേഡ് നമ്മൾ ക്ലാസ്സിൽ ചെയ്തിട്ടുണ്ട്. അത് ചെയ്യുമ്പോൾ വേറെ എങ്ങനെ ചെയ്തേ? ഈ 24നെ ആദ്യം ഭാഗങ്ങളാക്കി. 24നെ എങ്ങനെയാണ് ഭാഗങ്ങളാക്കി? 24 എന്ന് പറഞ്ഞാൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ഇവിടെ കൊടുത്തിട്ടുണ്ട് 2 × 12 ആണ് എന്ന് പറയുന്നുണ്ട്. 2 × 12 ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? ആദ്യം 168നെ 2 കൊണ്ട് ഹരിച്ചു. 168 ഹരിക്കണം 2. അപ്പം നമുക്ക് എത്ര ഉത്തരം കിട്ടി? 84 കിട്ടി. എന്നിട്ട് ഈ കിട്ടിയ ഉത്തരത്തെ 84 നമ്മൾ ബാക്കിയുള്ള 12 ഇല്ലേ അതിനെ കൊണ്ട് ഹരിക്കുകയാണ്. 12 കൊണ്ട് ഹരിക്കുകയാണ്. 84നെ വീണ്ടും 12 കൊണ്ട് ഹരിച്ചു.
ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യുന്നത് 12നെ വീണ്ടും ഭാഗങ്ങളാക്കി. 12 എങ്ങനെയാണ് ഭാഗങ്ങളാക്കിയെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 12നെ 3 × 4 3 × 4 3 × 4 ആക്കിയിട്ട് മാറ്റി. ഇനിയോ ഈ കിട്ടിയ ഉത്തരം നമ്മൾ വീണ്ടും ഹരിക്കാൻ പോവുകയാണ്. 84 ഹരിക്കണ്ടേ? അപ്പൊ അടുത്ത സ്റ്റെപ്പിൽ 84 ഹരിക്കണം. ആദ്യം ആരാ ഉള്ള 3. 84 3 കൊണ്ട് ഹരിച്ചു. 84 3 കൊണ്ട് ഹരിച്ചാൽ ഇവിടെ കൊടുത്തിട്ടുണ്ട് 28 ആണ്. 28 ആണ്. എന്നിട്ടോ ആ കിട്ടിയിട്ടുള്ള ഉത്തരത്തെ വീണ്ടും എന്ത് ചെയ്തു? 28 ഹരിക്കണം. 3 കൊണ്ട് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. പിന്നെ അടുത്ത 4 അല്ലേ ബാക്കിയുള്ള 28നെ വീണ്ടും 4 കൊണ്ട് ഹരിച്ചു. 28നെ 4 കൊണ്ട് ഹരിച്ചാൽ ആൻസർ എത്രയാണ്? 7. സിംഗിൾ ഡിജിറ്റ് ഉത്തരമായല്ലോ. ഫൈനൽ ആൻസർ കിട്ടിയല്ലോ 7. ഇനി 7 ചെയ്യാൻ പറ്റത്തില്ലല്ലോ, കഴിഞ്ഞു. ഏറ്റവും ചെറിയ സംഖ്യയാണ് 7. അതേ ആൻസർ ആയിരിക്കും 168നെ 24 കൊണ്ട് ഹരിച്ചാൽ എൻ്റെ ഉത്തരം എത്ര തന്നെയായിരിക്കും? 7 തന്നെയായിരിക്കും. അതായത് ഇവിടെ ഹരിക്കാനുള്ള നമ്പറിനെ നേരിട്ട് ഹരിക്കാണ്ട് ഭാഗങ്ങളാക്കി. 24നെ 2 × 12 ആക്കി മാറ്റി. 12നെ 3 × 4 ആക്കി മാറ്റിയിട്ടാണ് ഹരിച്ചത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെ ഹരിക്കുന്ന മെത്തേഡ് കൂടി പഠിച്ചു വെക്കുക. കാരണം ചിലപ്പം ഇതുപോലെ ടേബിൾ തന്നിട്ട് ഇവിടെ ആരെയും തരുന്നില്ല എന്ന് വിചാരിക്കുക. ഇവിടെ ആരെയും ഈ ടേബിൾ ഒഴിച്ചിടുകയാണ്, ഇവിടെ ആരെയും തരുന്നില്ല, എന്നിട്ട് ഇത് കംപ്ലീറ്റ് ആക്കാൻ പറഞ്ഞു. അപ്പൊ എന്താ ചെയ്യാന്ന് നമ്മൾ അറിയണം. അപ്പൊ 24നെ ഭാഗങ്ങളാക്കിയതാണ് ഇവിടെ ഉണ്ടാവുക എന്ന് നമ്മൾ ഓൾറെഡി മനസ്സിലാക്കണം. ഈ ടേബിൾ തരുന്നില്ല, ഇവിടെ ഇങ്ങനെ ഒഴിച്ചിടുകയാണ്, ഇത് ഹിഡൻ ആക്കിയിട്ട് തരികയാണ്. എന്നിട്ട് ഇവിടെ എന്താണ് വരിക എന്ന് ചോദിച്ചു. അങ്ങനെ ചോദിച്ചാൽ നമ്മൾ അറിയണം ബാക്കി എന്താണ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ള സ്റ്റെപ്പ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് പരീക്ഷയ്ക്ക് ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ പ്രോബ്ലംസ് നമുക്ക് നോക്കാം. അതിൽ ഒന്നാമത്തെ പ്രോബ്ലംസ് കണ്ടിട്ടുണ്ടായിരുന്നത് 600നെ 150 കൊണ്ട് ഹരിക്കുന്നതാണ്. 600 ഹരിക്കണം 150. പേജ് നമ്പർ 134 134 നോക്കിയാൽ മതി. 600 ഹരിക്കണം 150 ആണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. കാണുന്നത് 600 ഹരിക്കണം 150 ആണ് ആദ്യം കൊടുത്തതായിട്ട് കാണുന്നത്. ഇത് ഏത് രീതിയിലാണ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ 600നെ 168 കൊണ്ട് അല്ലെങ്കിൽ 150 കൊണ്ട് എങ്ങനെയാണ് ഹരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ സെയിം സ്റ്റെപ്പിന് ചെയ്യാം. 600 അവിടെ നിൽക്കട്ടെ. 150 നമുക്ക് പെട്ടെന്ന് ഭാഗങ്ങളാക്കാലോ. 150നെ എങ്ങനെയാണ് ഭാഗങ്ങളാക്കുക? നിങ്ങൾ പറഞ്ഞേ, ഏറ്റവും എളുപ്പം പറഞ്ഞേ. 15 × 10 ആക്കി അങ്ങോട്ട് മാറ്റുക. അപ്പോൾ എന്തായി? ആദ്യം നമ്മൾ 600നെ ഹരിക്കണം. 600 ഹരിക്കണം 15. ആദ്യം 15 ഹരിക്കണ്ടേ? അല്ലെങ്കിൽ ഒരു എളുപ്പം ചെയ്യുന്ന ഒരു എളുപ്പ വഴി പറഞ്ഞു തരട്ടെ. 10 കൊണ്ടുള്ള ആദ്യം അങ്ങ് ഹരിച്ചോ. എന്നാൽ പിന്നെ വേഗം പരിപാടി ചെയ്യും. 10 600നെ 10 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടി? ഒരു 0 പോവും, ബാക്കി 60 ഉണ്ടാവുക. 60 കിട്ടിയ ഉത്തരത്തെ വീണ്ടും അടുത്ത 10 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞു. ഇനി അടുത്ത തരാ ബാക്കിയുള്ളത് 15 അല്ലേ? അപ്പൊ കിട്ടിയ ഉത്തരത്തെ 60 ഹരിക്കണം 15 കൊണ്ട് ഹരിച്ചു. 15 അല്ലേ ബാക്കിയുള്ളേ? ഇത് നേരിട്ട് ഹരിക്കുന്നില്ല, പകരം ഈ 15നെ വീണ്ടും ഭാഗങ്ങളാക്കി അങ്ങോട്ട് തിരിക്കുക. 15നെ എങ്ങനെ വേഗം ഭാഗങ്ങളാക്കാൻ പറ്റുക? 5 × 3 5 × 3 എന്ന് പറഞ്ഞ് ഭാഗങ്ങളാക്കി മാറ്റി. ഇനി നമുക്ക് ഇതിനെ വീണ്ടും ഹരിക്കാം. 60 ഹരിക്കണം ആദ്യം 5 കൊണ്ട് അങ്ങോട്ട് ഹരിക്കുക. 60നെ 5 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ഉത്തരം കിട്ടുക? 12 എന്ന് പറയുന്ന ഉത്തരം കിട്ടും. എന്നിട്ടോ കിട്ടിയ 12നെ വീണ്ടും എത്ര കൊണ്ട് ഹരിക്കുക? 3 ബാക്കിയില്ലേ? 3 കൊണ്ട് ഹരിക്കുക. 12നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ഉത്തരം? 4. ഒറ്റ സംഖ്യ ആയല്ലോ. സിംഗിൾ ഡിജിറ്റ് ആയി കഴിഞ്ഞാൽ അതായിരിക്കും ഫൈനൽ ആൻസർ. അവിടെ നിർത്തുക. അപ്പോൾ ആൻസർ എത്ര കിട്ടുക? 4. 600നെ 150 കൊണ്ട് ഹരിച്ചാൽ ആൻസർ എത്ര കിട്ടുക? 4 ആണ് കിട്ടുക. നമുക്ക് വേണമെങ്കിൽ ഇവിടെ സൈഡ് ചെയ്ത് നോക്കാം. 600 ഹരിക്കണം 150. 60 പോവില്ല. 600 4 ടൈംസ് എത്ര തവണ പോകുന്നു പറയാം? 0 × 0 0 ആണ്. പിന്നെയോ 5 × 4 20ന് 0 ബാക്കി 2 ബാലൻസ്. 1 4 4ഉം 2ഉം 6. 600 റിമൈൻഡർ 0. ഓക്കെ, കിട്ടും. നിങ്ങൾ വീട്ടിൽ നിന്ന് ചെയ്ത് നോക്കിയാൽ മതി. ഇതാണ് ഒരു മെത്തേഡ്. ഒന്നും കൂടി ഇത് പറഞ്ഞുതരാം. 600നെ 150 കൊണ്ടാണ് നമുക്ക് ഹരിക്കേണ്ടത് എന്ന് ആദ്യം മനസ്സിലാക്കുക. 600നെ 150 കൊണ്ടാണ് ഹരിക്കേണ്ടത്. 150നെ 2 ഭാഗങ്ങളാക്കുന്നു. 15 × 10 150 ആണല്ലോ. എന്നിട്ടോ ആദ്യം 600നെ
10 കൊണ്ട് ഹരിക്കുന്നു. ഇതാ 600നെ 10 കൊണ്ട് ഹരിച്ചു, കിട്ടിയ ഉത്തരം 60ആണ്. ആ 60നെ ബാക്കിയുള്ള 15 കൊണ്ട് ഹരിക്കുക. 60നെ 15 കൊണ്ട് ഹരിച്ചാൽ എത്രയാണ് ഉത്തരം എന്ന് നോക്കാം. അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാണ്ട് 15നെ വീണ്ടും ഭാഗങ്ങളാക്കി 5 × 3 ഭാഗങ്ങളാക്കി മാറ്റി. ആ 5 × 3നെ ഓരോന്ന് കൊണ്ട് ഹരിക്കുക. ആദ്യം 60നെ 5 കൊണ്ട് ഹരിക്കുക. 60നെ 5 കൊണ്ട് ഹരിച്ചാൽ 12, 12നെ വീണ്ടും ബാക്കിയുള്ള 3 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോൾ ഉത്തരം കിട്ടി 4. ഇത് ചിലപ്പോൾ ടേബിളിൽ ചോദിക്കാനുള്ള ചാൻസ് ഉണ്ട്. ടേബിൾ ചോദിച്ചു കഴിഞ്ഞാൽ ടേബിൾ ഡയറക്റ്റ് മനസ്സിലാവുന്നില്ല എങ്കിൽ ഈ രീതിയിൽ ചെയ്താൽ മതി, നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല. We only need to understand what actually the factor and multiple means. അത് കൂട്ടി മനസ്സിലാക്കണമെന്ന് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ടേബിളിൽ എഴുതാണ്ട് ടേബിളിന് പുറത്ത് ഇതേപോലെ ചെയ്ത് എഴുതി കഴിഞ്ഞാലും നിങ്ങൾക്ക് മാർക്ക് കിട്ടും, മാർക്ക് കിട്ടും. ഒരു പ്രശ്നം അക്കാര്യത്തിലില്ല. ഓക്കെ, ഇനി വേറൊരു ക്വസ്റ്റ്യൻ ചെയ്തു നോക്കാം. അടുത്ത ഒരു ചോദ്യം ചോദിച്ചാൽ കണ്ടിട്ടുള്ളത് 900. നിങ്ങൾ ആ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ മതി. 900 / 180 ആണ്. 900 / 180 ആണ് ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് അവിടെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. 900ഉം 180യും ഏത് രീതിയിലാണ് ഡിവൈഡ് ചെയ്യുക? 180 തന്നെയല്ലേ? നോക്കട്ടെ. 900 / 180. 900 രണ്ടാമത്തെ ചോദ്യം 900 / 180. ഓക്കെ, നമുക്ക് അതിശക്തമായിട്ട് ഈ പ്രോബ്ലം ചെയ്തു നോക്കാം. സാധാരണ ചെയ്യുന്ന മെത്തേഡ് തന്നെ ചെയ്യാം. ചെറിയ നമ്പർ 2 ഭാഗങ്ങളാക്കി മാറ്റണം. ഏറ്റവും എളുപ്പം എന്താണ്? 180നെ എങ്ങനെയാണ് മാറ്റുക? 10 ഗുണിക്കണം 18. ഏറ്റവും എളുപ്പമാക്കി നമ്മൾ മാറ്റിയിട്ടുണ്ട്. 10 ഗുണിക്കണം 18 ആക്കിയിട്ട് നമ്മൾ അതിനെ മാറ്റിയിട്ടുണ്ട്. ഇനിയോ ഓരോന്നിനും ഹരിക്കണം അല്ലേ? ആദ്യം 900 / 10. 10 ആണല്ലോ ആദ്യം ഉള്ളത്. അപ്പോൾ 10നെ കൊണ്ട് ആദ്യം അങ്ങോട്ട് ചെയ്യാം. 900 10 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എത്ര ആൻസർ കിട്ടുക? 90 കിട്ടും അല്ലേ? ഒരു 0 ക്യാൻസൽ ആയി കഴിഞ്ഞാൽ ബാക്കി 90 കിട്ടും. ആ കിട്ടിയ ഉത്തരത്തെ 90നെ വീണ്ടും എത്ര കൊണ്ട് ഹരിക്കണം? 18 കൊണ്ട് ഹരിക്കണം. 18 കൊണ്ട് ഹരിക്കണം. അങ്ങനെ എത്തിക്കഴിയുമ്പോൾ നമ്മുടെ തലച്ചോറ് നമ്മളോട് പറയണം 18നെ നേരിട്ട് ഹരിക്കേണ്ട, ഭാഗങ്ങളാക്കണം. 18നെ വീണ്ടും ഭാഗങ്ങളാക്കി. എങ്ങനെ ഭാഗങ്ങളാക്കാം? 9 × എത്രയാണ്? 2. 9 × 18 ആണ് നിങ്ങൾക്കറിയാം. എന്നിട്ട് സാധാരണ ഹരിക്കുന്ന പോലെ വീണ്ടും ഹരിക്കുക. 90-നല്ലേ ഹരിക്കണ്ടേ? അപ്പോൾ 90 അടുത്ത വരിയിൽ എഴുതി 90 ഹരിക്കണം. ആദ്യം ആരാ ഉള്ളത്? 9. 90 90 കൊണ്ട് ഹരിച്ചാൽ ആൻസർ എത്ര കിട്ടുക? 10. എന്നിട്ട് ആ കിട്ടിയ ഉത്തരത്തെ 10 ഹരിക്കണം. ബാക്കി ആരാ ഉള്ളത്? 2. 10നെ 2 കൊണ്ട് ഹരിച്ചാൽ 5. സിംഗിൾ ആൻസർ, സിംഗിൾ ഡിജിറ്റ് ആയില്ലേ? അപ്പോൾ ഉത്തരം എത്ര കിട്ടുക? 5 ആണ് ആൻസർ ആയിട്ട് കിട്ടുക. വേണമെങ്കിൽ നമുക്ക് സൈഡിൽ ചെയ്ത് നോക്കിയാൽ മതി. 900 / 180 എന്ന് പറയുമ്പോൾ എത്ര ടൈംസ് പോവും? 5 ടൈംസ് ആണ് പോവുക. 5 × 0 × 5 0. 5 × 40 0 ഇടുക, ബാക്കി 4 ബാലൻസ്. 1 × 5 5 + 4 9. റിമൈൻഡർ 0. ഓക്കെ, നല്ല ചോദ്യമാണ്. ഈ രീതിയിൽ ഭാഗങ്ങളാക്കുന്ന രീതിയിൽ ചെയ്ത് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഈ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് വരാനുള്ള സാധ്യതയുണ്ട്. എത്ര മിനിറ്റായി? 28 മിനിറ്റായി. ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്തിട്ട് നമുക്ക് കൺക്ലൂഡ് ചെയ്യാം. ഒരു ചോദ്യം കൂടി നമുക്ക് പെട്ടെന്ന് ചെയ്ത് കളയാം. മൂന്നാമത്തെ ചോദ്യം ചോദിച്ചിരിക്കുന്നത് എത്രയാണ്? 225 ഹരിക്കണം 75 ആണ്. 225 ഹരിക്കണം 75നെയാണ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. സാധാരണ ചെയ്യുന്ന പോലെ തന്നെ ചെയ്യുക. 75നെ ഭാഗങ്ങളാക്കുക. 75നെ എങ്ങനെയാണ് ഭാഗങ്ങളാക്കുക? 25 ഗുണിക്കണം 3 ആണ് 75. കാരണം 25 25 50. 50ന്റെ കൂടെ വീണ്ടും 25 വന്നു കഴിഞ്ഞാൽ 75. അപ്പോൾ 25 ഗുണിക്കണം 3 ആണ് 75. ഇനി എന്ത് ചെയ്യുക? സാധാരണ ഹരിക്കണ പോലെ ഹരിക്കുക. ആദ്യം എന്ത് ചെയ്യണം? 225നെ ഹരിക്കണം. 225 ഹരിക്കണം. ആദ്യം ആരുള്ള 25? ആദ്യം ആരെടുത്തുന്നത് പ്രധാനമല്ല കേട്ടോ. ഇൻറ്റു ആയതുകൊണ്ട് ആരെടുത്താലും സോൾവ് ആവും. 225 ഹരിക്കണം 25. 225നെ 25 കൊണ്ട് ഹരിച്ചാൽ ആൻസർ എത്ര കിട്ടുക? 9 ആണ് കിട്ടുക. 9. നിങ്ങൾ സൈഡ് ചെയ്ത് നോക്കിയാൽ മതി. 225 ഹരിക്കണം 25 എന്ന് പറയുന്നത് 9 ആയിരിക്കും. കാരണം 22ൽ പോവില്ല.
5 9 ടൈംസ് 9 45 5യുടെ ബാക്കി 4 ബാക്കി 9 2 18 18 4 22. ഓക്കെ 225 കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ അങ്ങനെ 9 കിട്ടി. പിന്നെ എന്താണ് 9 ഹരിക്കണം ബാക്കി ആരുള്ള 3. 9നെ 3 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 3. സിംഗിൾ ആൻസർ, സിംഗിൾ സ്റ്റെപ്പ്, ഒറ്റ സ്റ്റെപ്പേ വന്നിട്ടുള്ളൂ. വേഗം കഴിഞ്ഞു. ആൻസർ എത്ര കിട്ടുക? 3 ആണ് ആൻസർ കിട്ടുക. നിങ്ങൾ ഇത് വേണമെങ്കിൽ ചെയ്ത് നോക്കാം. ഇതിൻ്റെ ആൻസർ 3 ആണ്. സൈഡിൽ വേണമെങ്കിൽ ചെയ്ത് നോക്കാം. 225 ഹരിക്കണം 75 ആണ്. 22ൽ പോവില്ല, 22ൽ പോവില്ല. 225 എത്ര ടൈംസ് ആണ്? 3 ടൈംസ് ആണ്. നോക്കാം. 5 3 15ന് 5 ഇടുക, ബാക്കി 1 ബാലൻസ്. 7 3 21. 21 ഒന്നും കൂടി കൂട്ടിയാൽ 22. ആൻസർ എത്ര കിട്ടുക? 3 തന്നെയാണ് ഈ ആൻസർ വരിക. ഓക്കെ, ഈ രീതിയിലാണ് ഈ ഹരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് സാധാരണ നിങ്ങൾക്ക് ഹരിക്കാൻ അറിയാം. സാധാരണ രീതിയിൽ ഹരിച്ചാലും മാർക്ക് തരാതിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഈ രീതിയിൽ ഫാക്ടേഴ്സും കൂടി കണ്ടിട്ട് ഹരണം പഠിക്കണം, മൾട്ടിപ്പിൾസ് മനസ്സിലാക്കണം, ഫാക്ടേഴ്സ് കുറച്ചും കൂടി ഡീപ്പായിട്ട് അറിയണം എന്നുള്ളത് കൊണ്ടാണ് ഈ രീതിയിലുള്ള മെത്തേഡ് ഈ വർഷം പുതിയ ടെക്സ്റ്റ് ബുക്ക് വന്നപ്പോൾ നമ്മുടെ കേരള ഗവൺമെൻറ് SCERT ഓപ്റ്റ് ചെയ്തത്. അതുകൊണ്ട് ആ രീതിയിൽ ഫാക്ടേഴ്സും മൾട്ടിപ്പിൾസും കുറച്ചും കൂടി ഡീപ്പായിട്ട് പഠിക്കുക, മനസ്സിലാക്കുക. ഓക്കെ, വേറെ കൂടുതലായിട്ടൊന്നും പറയാനില്ല. ഈ പാഠത്തിലെ എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പാഠം ആദ്യം മുതലേ തന്നെ പാഠഭാഗം പഠിച്ചു തുടങ്ങിയെങ്കിൽ മാത്രമേ തീരുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ കുറച്ച് ടൈറ്റ് സ്കെഡ്യൂൾ ആയിപ്പോവും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു വീഡിയോ കൂടി പറ്റുവാണെങ്കിൽ ഞാൻ ചെയ്ത് പറഞ്ഞുതരാം. ഒരു കുഞ്ഞു വീഡിയോ കൂടി പറഞ്ഞുതരാം. അത് കാര്യം കൂടി മനസ്സിലാക്കുക. അതും കൂടി മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇത്ര മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള പ്രോബ്ലംസ് ഒരു 2 പ്രോബ്ലംസ് ബാക്കിയുണ്ട് തോന്നുന്നു. ആ പ്രോബ്ലംസും കൂടി ചെയ്ത് നോക്കാം. അപ്പോൾ ശരി, ഓക്കെ, ബൈ.